ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചില്ലെന്ന് ബി.ജെ.പി കോർ കമ്മിറ്റി അറിയിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയെന്നാണ് വിലയിരുത്തൽ. ഹിന്ദു വോട്ടുകൾ നഷ്ടമായെന്നും വിലയിരുത്തലുണ്ട്. ബി.ജെ.പി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളിൽ ജയിച്ചത് 1.3% മാത്രമെന്നും കോർ കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട്. വിജയൻ, നമുക്കറിയാം ദേശീയ തലത്തിൽ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് മതപുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഇക്കഴിഞ്ഞ സമയത്തുണ്ടായിരുന്നു. കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. മണിപ്പൂർ നിൽക്കുന്നുണ്ട്. അതെല്ലാം കേരളത്തിൽ പ്രതിഫലിച്ചു എന്ന വിലയിരുത്തലിലാണോ കോർ കമ്മിറ്റി ഉള്ളത്? എന്ത് സംഭവിച്ചു, പ്രവർത്തനം കൃത്യമായി നടത്തിയില്ല എന്നൊക്കെയുള്ള വിലയിരുത്തലിലേക്ക് കടന്നിട്ടുണ്ടോ? അവിടെ എങ്ങനെ പ്രചാരണം ശക്തമാക്കാനാണ് പദ്ധതിയിടുന്നത്? തന്നെ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്ന ശേഷമാണ് ബി.ജെ.പി അതിന്റെ സ്ട്രാറ്റജി മൊത്തമായി മാറ്റി ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടികളിലൂടെ ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കേന്ദ്രീകരിക്കാനൊരു നീക്കം നടത്തിയത്. ആ ഘട്ടത്തിൽ തന്നെ വലിയ വിമർശനം അതിനെതിരായി ഉയർന്നു വന്നതുമാണ്. ഷോൺ ജോർജിനെ ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാന ഭാരവാഹിയാക്കി വെക്കുന്നു, ഒപ്പം തന്നെ പ്രവൃത്തി പരിചയമില്ലാത്ത ആളുകളെ നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ള വിമർശനമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്ന് രാജീവ് ചന്ദ്രശേഖർ ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള നീക്കം പല സാഹചര്യങ്ങളിലും നടത്തുകയായിരുന്നു. അതൊന്നും നിലവിൽ ഫലം കണ്ടിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ ഇപ്പോൾ കോർ കമ്മിറ്റി യോഗം, ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റി യോഗം സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളായി നിർത്തിയ ആളുകൾക്ക് ആകെ 1.3% വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്, അവരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് അത്രമാത്രമാണ്. അതിനർത്ഥം ക്രിസ്ത്യൻ വോട്ടുകളിൽ പ്രതീക്ഷിച്ച നിലയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ്. ഒപ്പം തന്നെ ഹിന്ദു വോട്ടുകളും കുറഞ്ഞിട്ടുണ്ട്. അത് UDF-ലേക്ക് ഉൾപ്പെടെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് പന്തളം നഗരസഭയിൽ ഉൾപ്പെടെയുണ്ടായ തിരിച്ചടിക്ക് കാരണം എന്നുള്ളതാണ് ബി.ജെ.പി കോർ കമ്മിറ്റി എന്തായാലും നിലവിൽ വിലയിരുത്തിയിട്ടുള്ളത്. ഇനി ഏത് തരത്തിലുള്ള മുന്നോട്ട് പോക്ക്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോകണം എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനം അത് 11-ാം തീയതി ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിലായിരിക്കും കൈക്കൊള്ളുക. അമിത്ഷായുടെ നിർദ്ദേശം ഉൾപ്പെടെ ഇക്കാര്യത്തിലുണ്ടാകും. എന്തായാലും ധന്യ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കടന്നു കയറുന്നതിൽ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് അത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ക്രിസ്ത്യൻ മതപുരോഹിതന്മാർക്കും ഒപ്പം തന്നെ വിശ്വാസികൾക്കും നേരെ നടക്കുന്ന അക്രമങ്ങൾ കൂടിയാണ്. അത് കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലും ബി.ജെ.പി എന്തായാലും നടത്തിയിട്ടുണ്ട്. എന്തായാലും ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കൂടുതലായി കേന്ദ്രീകരിക്കുകയും ഒപ്പം തന്നെ നിലവിലുള്ള ഹിന്ദു വോട്ടുകൾ ഒരുമിപ്പിച്ച് നിർത്തുകയും ഒക്കെ ചെയ്ത് കേരളത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാം എന്നുള്ളൊരു നീക്കമായിരുന്നു രാജീവ് ചന്ദ്രശേഖരും ഒപ്പം തന്നെ ദേശീയ നേതൃത്വവും ഒക്കെ കണക്കുകൂട്ടിയിരുന്നത്. പക്ഷേ ആ നീക്കം നിലവിൽ പാളി എന്നുള്ള വിലയിരുത്തലാണ് കോർ കമ്മിറ്റി എത്തിയിരിക്കുന്നത്. ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പൊ തൃശ്ശൂരിൽ നേരത്തെ ഉണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന വോട്ടിലേക്ക് പോലും ഇല്ലെങ്കിൽ ആ ശതമാനത്തിലേക്ക് പോലും എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. മാത്രവുമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരുന്ന ഒരു റീച്ച് ഇപ്പോഴില്ല. ആ രീതിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തുന്നത്. അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ആലോചനകളാണ് നടക്കുന്നത്. സംസ്ഥാന നേതൃത്വം നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, കേരളത്തിലെ കൂടുതൽ മേഖലകളിലേക്ക് ബി.ജെ.പിക്ക് സ്വാധീനം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏകദേശം 20% മുകളിൽ വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ബി.ജെ.പി അത് 15-ലേക്കും 14-ലേക്കും ഒക്കെ താഴ്ന്നു. അത് 5% കുറവാണ് കാണിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പെടുത്ത് വിലയിരുത്തിയാലും വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂരിലെ പാർലമെന്റിൽ കഴിഞ്ഞ തവണ വിജയിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. പക്ഷേ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല വലിയ തിരിച്ചടി തൃശ്ശൂരിൽ ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ പന്തളം നഗരസഭയിൽ ഉൾപ്പെടെയുണ്ടായ തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കണക്കുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ക്രിസ്ത്യൻ വോട്ടുകളിലേക്കും ഒപ്പം തന്നെ ഹിന്ദു വോട്ടുകളിലേക്കും ഒക്കെ കടന്നു കയറാനൊരു